പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിരവധി നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാർച്ച് മാസം മുതൽ സൗജന്യ റേഷൻ ലഭിക്കുകയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ബുധനാഴ്ച മാർച്ച് 5 തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ഇതുവരെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളായിരുന്ന 10,000-കണക്കിന് പേർക്ക് ഈ മാർച്ച് മാസം മുതലാണ് സൗജന്യ റേഷൻ ലഭിക്കുന്നത്. 1,00,000-ഓളം മുൻഗണനാ റേഷൻ കാർഡുകളാണ് അർഹരായ APL വിഭാഗം അപേക്ഷകർക്ക് കഴിഞ്ഞ മാസം മുതൽ അനുവദിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജായി എത്തിയിട്ടുണ്ടാകും. ഈ പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ടതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. പുതുതായി പിങ്ക് റേഷൻ കാർഡുകൾ ലഭിച്ചവർക്ക് ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പുമെല്ലാം ലഭിക്കുന്നതാണ്. AY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും നൽകുന്നതാണ്. നേരത്തെ നീലവെള്ള റേഷൻ കാർഡിലായിരുന്നവരിൽ ഇപ്പോൾ പുതുതായി പിങ്ക് റേഷൻ കാർഡുകൾ ലഭിച്ചവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. നേരത്തെ അവർ നീലവെള്ള റേഷൻ കാർഡിലായിരുന്നപ്പോൾ മസ്റ്ററിംഗ് ആവശ്യമില്ലായിരുന്നു. എന്നാൽ പുതിയതായി മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് വന്നതോടുകൂടി റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. അതിനാൽ പുതിയ മുൻഗണനാ കാർഡ് ലഭിച്ചവർ കാർഡിലെ മുഴുവൻ അംഗങ്ങളും റേഷൻ കടയിൽ എത്തിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മാർച്ച് മാസം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതുകൂടാതെ നീലക്കാർഡിന് സ്പെഷ്യൽ വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ മാർച്ച് മാസത്തിൽ ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. റേഷൻ കടകൾ കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി 13 സബ്സിഡി സാധനങ്ങൾ എല്ലാ മാസവും ഉണ്ടെങ്കിലും മുഴുവൻ വിഹിതങ്ങളും സ്റ്റോക്കില്ലാത്തതിനാൽ ഉള്ളവ മാത്രം വാങ്ങി പോരേണ്ട അവസ്ഥയാണ് കുറേ മാസങ്ങളായി ഉള്ളത്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണവും അത്ര സജീവമല്ല. 340 രൂപയ്ക്ക് 10 കിലോ പാക്കറ്റായിട്ടാണ് പട്ടണങ്ങളിൽ ചെറുവാഹനങ്ങളിൽ എത്തിച്ച് വിതരണം നടത്തുന്നത്. ഒരു സമയം റേഷൻ കാർഡില്ലാതെ തന്നെ 20 കിലോ ഭാരത് അരിയാണ് പരമാവധി ഒരാൾക്ക് നൽകുന്നത്. എന്നാൽ ഇത് എപ്പോൾ എവിടെയാണ് വിതരണം നടക്കുക എന്ന് സാധാരണക്കാർക്ക് അറിയുവാൻ ബുദ്ധിമുട്ടാണ്. ചില സൂപ്പർ മാർക്കറ്റുകൾ വഴിയും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴിയും 10 കിലോയുടെ ഭാരത് അരി പലയിടത്തും ലഭിക്കുന്നുണ്ട്. മാർച്ച് മാസത്തിലെ ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.